എത്തി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോട്ടയം. അപ്പോൾ ഇവിടെയാണ് എൻ്റെ ചികിത്സ, ഇവിടെയാണ് ഞാൻ ഇനി എൻ്റെ തറവാടായിട്ട് കാണുന്നത്. സോ എത്ര വർഷം ഞാൻ പോകുമെന്നറിയില്ല. എത്ര വർഷം പോയാലും എൻ്റെ ഋതപ്പന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. അതായത് അവൻ്റെ അമ്മ തിരിച്ചു വരാൻ പ്രാർത്ഥിക്കുക. എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചില്ലെങ്കിലും അവൻ്റെ ഋതപ്പൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. എന്നോട് ശത്രുത ഉള്ളവരുണ്ടാകും. ഞാനൊരു തെറ്റിനും ആരുടെ അടുത്തും വന്നിട്ടുമില്ല, വരത്തുമില്ല. എന്നോട് പുറത്ത് വെക്കാൻ പറഞ്ഞിട്ട് എൻ്റെ ചേച്ചിയോടും ചേട്ടാപ്പിയോടുമാണ് ഡോക്ടർ കോൺഫിഡൻഷ്യൽ ആയിട്ട് കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ച്. അവരതൊന്നും എന്നോട് പറഞ്ഞില്ല. മേ ബി എനിക്ക് കുറച്ച് സീരിയസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും, പക്ഷെ എന്നോട് അവർ പറഞ്ഞില്ല. പിന്നെ വീട്ടുകാരോടും എന്നെ കഥകടച്ച് അകത്തിരുത്തിയിട്ടാണ് വീട്ടുകാരോടും കാര്യങ്ങളൊക്കെ പറഞ്ഞത്, എന്റെ ചേച്ചിയൊക്കെ അപ്പാടും അമ്മയുടെ ഒക്കെ. അപ്പം എല്ലാവരും പ്രാർത്ഥിക്കണം. കുറച്ച് സീരിയസ് കാര്യങ്ങൾ തന്നെയാണ്. ഞാൻ അറിഞ്ഞത് വെച്ച് എന്റെ കണ്ടീഷൻ കുറച്ച് സീരിയസ് മോശമാണ്. ഇന്നാണ് അവർക്ക് ഫസ്റ്റ് കീമോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആഴ്ചയിൽ 3 ആഴ്ച കൂടുമ്പം ഒരു കീമോ വെച്ച് അങ്ങനെ 6 എണ്ണമാണ് മൊത്തം. ഫസ്റ്റ് കീമോ, ഈ 6 കീമോ കഴിഞ്ഞിട്ട് പിന്നെ സർജറിയാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകണം. നിങ്ങളുടെ ഓരോരുത്തരെയും പ്രാർത്ഥനയാണ് അവർക്ക് ഇതുവരെ പോകാനുള്ള ധൈര്യം കൊടുത്തത്. എന്റെ ചേച്ചി എന്നെ നോക്കാൻ വേണ്ടിയിട്ട് ജോലി നിർത്തി റിസൈൻ ചെയ്തു. അതാണ് എനിക്ക് ഏറ്റവും വലിയ സങ്കടമായത്. പക്ഷെ രക്തബന്ധത്തിൽപ്പെട്ട ആരെങ്കിലും നോക്കണമെന്ന് അതാണ് ഡോക്ടർ പറഞ്ഞത്. കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ക്യാൻസറിന് പറയാനുള്ളത്. സോ എനിക്ക് സത്യം പറഞ്ഞാൽ എന്റെ ചേച്ചിയോടും ചേട്ടനോടും എന്താണ് ഡോക്ടർ പറഞ്ഞത് ഇപ്പോഴും എനിക്ക് അറിയില്ല. ചിലപ്പോൾ സീരിയസ് ആയിരിക്കും, എനിക്കൊന്നും അറിയില്ല. ഒന്നും അറിയാതാണ് ഞാൻ പോകുന്നത്. സോ നിങ്ങളുടെ പ്രാർത്ഥന മാത്രം മതി. എന്നെ ഓർത്തിട്ടല്ല, എന്റെ കുഞ്ഞിനെ ഓർത്തിട്ട് എനിക്ക് സൗഖ്യമാക്കണം. ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു കഥ പറയാനായിട്ടല്ല ഇരിക്കുന്നത്. ഇപ്പോൾ രേണുസുതി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ ധാരാളം വ്യക്തികളാണ് സ്തനത്തിന്റെ ക്യാൻസറിനെ കുറിച്ച് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ എല്ലാ മുഴകളും ക്യാൻസർ അല്ല, പക്ഷേ ക്യാൻസർ ആയിട്ടുള്ള മുഴകൾ പലപ്പോഴും തുടക്കത്തിൽ നമ്മൾ വേദനയില്ലാതെയും വരുമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് പേടിക്കേണ്ടതല്ല നമ്മൾ ചെയ്യേണ്ടത്, അത് അവഗണിക്കാനായിട്ട് പാടില്ല. കാരണം ബ്രസ്റ്റ് ക്യാൻസർ വളരെ നേരത്തെ കണ്ടെത്തിയാൽ 100% ചികിത്സിച്ച് പൂർണ്ണമായിട്ട് ജീവിതത്തിലായിട്ട് മടക്കാൻ പറ്റുന്ന ഒരു ക്യാൻസറാണ്. അങ്ങനെ ഒരു വളരെ കുറച്ച് ക്യാൻസറുകളെ ഉള്ളൂ. അപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ഒരു രോഗത്തെക്കുറിച്ചല്ല, ഒരു ജീവൻ രക്ഷിക്കുന്ന അറിവിനെ കുറിച്ചാണ്. ധാരാളം ആളുകളുടെ അറിവിലേക്ക്. കൂട്ടുകാരെ, നമ്മുടെ കൊല്ലം സുധിയുടെ ഭാര്യയായിട്ടുള്ള രേണു സുധി, പുള്ളിക്കാരി കോട്ടയം മെഡിക്കൽ കോളേജിൽ അവർ തന്നെ ആദ്യത്തെ കീമോതെറാപ്പി ആരംഭിച്ച വാർത്ത രേണു തന്നെയാണ് തന്റെ ബ്ലോഗിലൂടെ പങ്കുവച്ചിരുന്നത്. പക്ഷെ ഈ ഒരു വാർത്ത പുറത്തു വന്നതോടുകൂടി തന്നെ നമ്മുടെ ഡോക്ടർമാരുടെ അടുത്തേക്കും സോഷ്യൽ മീഡിയയിലും ഒരുപോലെ വരുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അതായത് ഈ സ്തനത്തിൽ കാണുന്ന എല്ലാ മുഴകളും ക്യാൻസർ ആണോ? എപ്പോഴാണ് നമ്മൾ പേടിക്കേണ്ടത്? എങ്ങനെയാണ് ഇത് നേരത്തെ തിരിച്ചറിയുക? അങ്ങനെ ഒരുപാട് സംശയങ്ങൾ. അപ്പോ രേണുവിന്റെ നിലവിലെ അവസ്ഥയിലും അതോടൊപ്പം തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ജീവൻ തന്നെ രക്ഷിക്കാൻ സഹായിക്കുന്ന ചില മെഡിക്കൽ വസ്തുതകളുമാണ് ഇന്ന് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ പോകുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. കാരണം ഇതൊരു രോഗത്തെക്കുറിച്ചുള്ള വാർത്ത മാത്രമല്ല, ഒരു ജീവൻ രക്ഷിക്കാനുള്ള അറിവ് കൂടിയാണ്. നിലവിലെ രേണുവിന്റെ അവസ്ഥയും ചികിത്സയും, അത് ആദ്യം രേണുവിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെ കുറിച്ചൊന്ന് പറയാം. അതായത് ഡോക്ടർമാര് രേണുവിനെ മാറ്റി നിർത്തിയിട്ട് അവരുടെ ചേച്ചിയോടും കുടുംബത്തോടും മാത്രമാണ് കൂടുതൽ കാര്യങ്ങൾ സംസാരിച്ചത്. രോഗിയുടെ മനസ്സ് തളരാതിരിക്കാനും പല ഗൗരവമുള്ള വിവരങ്ങളും അത് തൽക്കാലം രേണുവിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുകയാണ്. എങ്കിലും തന്റെ കണ്ടീഷൻ അല്പം മോശമാണ് എന്ന് രേണുവിനും അറിയാം. കല്യാണത്തിനല്ല പോകുന്നത്, ഇതാണ് നമ്മുടെ കീമോ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എന്റെ ഫസ്റ്റ് കീമോ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. പിന്നെ ഡോക്ടർ പറഞ്ഞതനുസരിച്ച് കുറെ കീമോ ഉണ്ടെന്ന് തോന്നുന്നു. എന്നോട് പുറത്ത് വെക്കാൻ പറഞ്ഞിട്ട് എന്റെ ചേച്ചിയോടും ചേട്ടാപ്പിയോടുമാണ് ഡോക്ടർ കോൺഫിഡൻഷ്യൽ ആയിട്ട് കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ച്. അവരതൊന്നും എന്നോട് പറഞ്ഞില്ല. മേ ബി എനിക്ക് കുറച്ച് സീരിയസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും, പക്ഷെ എന്നോട് അവർ പറഞ്ഞില്ല. പിന്നെ വീട്ടുകാരോടും എന്നെ കഥകടച്ച് അകത്തിരുത്തിയിട്ടാണ് വീട്ടുകാരോടും കാര്യങ്ങളൊക്കെ പറഞ്ഞത്, എന്റെ ചേച്ചിയൊക്കെ അപ്പാടും അമ്മയുടെ ഒക്കെ. അപ്പം എല്ലാവരും പ്രാർത്ഥിക്കണം. കുറച്ച് സീരിയസ് കാര്യങ്ങൾ തന്നെയാണ്. ഞാൻ അറിഞ്ഞത് വെച്ച് എന്റെ കണ്ടീഷൻ കുറച്ച് സീരിയസ് മോശമാണ്. പക്ഷെ എങ്കിൽ പോലും പേടിച്ചിരിക്കുന്നവർക്ക്, അല്ലെങ്കിൽ ഇവിടെ ഒരു മുഴ വന്ന അയ്യോ എനിക്ക് പേടിയാണ് എന്ന് വെച്ച് ഇരിക്കുന്നവർക്ക് ഒരു മാതൃകയാകാൻ ആണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഒരിക്കലും അത് വെച്ചുകൊണ്ടിരിക്കരുത്. ചികിത്സയുണ്ട്, എല്ലാത്തിനും ചികിത്സയുണ്ട്. അപ്പൊ എല്ലാ രോഗങ്ങൾക്കും ചികിത്സയുണ്ട് നമ്മുടെ ആശുപത്രിയിൽ. അപ്പൊ നിങ്ങൾ ഇത് വെച്ചിട്ട് പേടിച്ചിരിക്കുന്നത് ആരുമില്ല. അയ്യോ എനിക്ക് പേടിയാണ്, ക്യാൻസർ ആണ്, ഒന്നും പേടിക്കേണ്ട. നിങ്ങൾ ആ ഒരു മുഴ ഉണ്ടെങ്കിൽ സ്ത്രീകളായിട്ടുള്ള നിങ്ങൾ അത് വന്ന് കാണിക്കുക, നിങ്ങൾ പരിശോധിക്കുക, തുടർ ചികിത്സ ചെയ്യുക. അല്ലാതെ അത് വെച്ചുകൊണ്ടിരിക്കരുത് എന്ന് ഞാൻ എന്റെ ഒരു അനുഭവം വെച്ചിട്ട് ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. പോണ സമയം പോകുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഒത്തിരി സംസാരിക്കുന്നത്. നിങ്ങളുടെ ഭയങ്കര ഇപ്പൊ നിങ്ങളോർക്കും ഞാൻ കീമോ ചെയ്യാൻ പോകല്ലേ, ഇവളെന്താ ഇങ്ങനെ. യെസ്, എനിക്ക് മനക്കരുത്തുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ ക്യാൻസറിനെ ജയിക്കാം. പക്ഷെ കീമോ ചെയ്തിട്ട് വരുമ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, തമ്പുരാനറിയാം. അപ്പൊ നിങ്ങളുടെ പ്രാർത്ഥന ബലം എല്ലാം എന്റെ കൂടെ തന്നെ ഉണ്ടാകണം. ഞാൻ നിന്നെ സൗഖ്യമാക്കും കർത്തൻ, ഞാൻ നിന്റെ സൗഖ്യദായകൻ എന്ന ഒരു പാട്ടാണ് രാവിലെ ഞാൻ കേട്ടത്. അടിപ്പിണരാ സൗഖ്യം തന്നെ തരും. സോ ക്രിസ്ത്യൻസിന്റെയും ഹിന്ദുക്കളുടെയും അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെയും ഇല്ല, എല്ലാവരും ഒത്തൊരുമിച്ച് എനിക്ക് വേണ്ടിയിട്ട് ഇന്നലെയും തന്നെ ഒരുപാട് പേര് വഴിപാട് കഴിപ്പിച്ചു. നാളെ മകമാണ്, ചിങ്ങമാസത്തിലെ മകത്തിലാണ് ഞാൻ ജനിച്ചത്. അപ്പം എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആയിരങ്ങളല്ല, പതിനായിരങ്ങളല്ല, ലക്ഷങ്ങളുണ്ടെന്ന് എനിക്കത് മനസ്സിലായി. സോ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. സമയം പോകുന്നതുകൊണ്ട് എനിക്ക് ഒരുപാട് സംസാരിക്കാൻ പറ്റത്തില്ല. കീമോ തുടങ്ങാൻ പോവാണ്. നിങ്ങളുടെ പ്രാർത്ഥന, പിന്നെ അത് കീമോയുടെ എഫക്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. സോ ഋതപ്പനെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഞാൻ അഹങ്കാരി ആയിരിക്കാം, ഞാൻ അങ്ങനെ ആയിരിക്കാം എന്നൊക്കെ പറയുന്ന കമന്റ് ഉണ്ട്. പക്ഷെ അതൊന്നും നിങ്ങൾ വിലക്കെടുക്കാതെ നിങ്ങൾ എന്റെ ഋതപ്പൻ, അവൻ കുഞ്ഞാണ്, അവന് നല്ല വിഷമമുണ്ട്, എനിക്ക് അസുഖമാണെന്ന് അറിഞ്ഞ് അവന് നല്ല വിഷമമുണ്ട്, അവൻ പൊട്ടിക്കരയുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ അസുഖത്തെ നേരിടാനല്ലേ പറ്റത്തുള്ളൂ. സോ എല്ലാവരുടെയും പ്രാർത്ഥന പ്രതീക്ഷിക്കുന്നു. ഫസ്റ്റ് കീമോ ആണ്. ഒരുപാട് പൈസയാകും കേട്ടോ, ഒരുപാട് പൈസയാകും, ലക്ഷങ്ങൾ പൈസയാകും എനിക്ക് മരുന്നിന്.
17-18 കീമോ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ല. പുറത്തുനിന്നുള്ള മരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല പൈസയാകും. അപ്പം അതൊന്നും ഞാൻ കരുതിയിട്ടുള്ളതല്ല. കാരണം കുറെ പ്രോഗ്രാം ഒക്കെ മുടങ്ങി പോയായിരുന്നു എൻ്റെ. സോ നിങ്ങളുടെ സ്നേഹം ഞാൻ പിരിവെടുക്കുന്നതല്ല, ഒരിക്കലും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പിരിവല്ല ഞാൻ പറയുന്നത്. അപ്പം നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഏറ്റവും വലുത്. സപ്പോർട്ട്, നിങ്ങൾ എന്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, എന്റെ സബ്സ്ക്രൈബേഴ്സ് പോകാതെ ഇരിക്കുക. ഞാൻ തിരിച്ചു വരും. സോ താങ്ക് യു സോ മച്ച്. എന്റെ ചേച്ചി ജോലി രാജിവെച്ചു, അതാണ് എനിക്ക് ഏറ്റവും, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ആ വീഡിയോ ഇറങ്ങിയിട്ടില്ല. എന്റെ ചേച്ചി എന്നെ നോക്കാൻ വേണ്ടിയിട്ട് ജോലി നിർത്തി റിസൈൻ ചെയ്തു. അതാണ് എനിക്ക് ഏറ്റവും വലിയ സങ്കടമായത്. പക്ഷെ രക്തബന്ധത്തിൽപ്പെട്ട ആരെങ്കിലും നോക്കണമെന്ന് അതാണ് ഡോക്ടർ പറഞ്ഞത്. കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ക്യാൻസറിന് പറയാനുള്ളത്. സോ എനിക്ക് സത്യം പറഞ്ഞാൽ എന്റെ ചേച്ചിയോടും ചേട്ടനോടും എന്താണ് ഡോക്ടർ പറഞ്ഞത് ഇപ്പോഴും എനിക്കറിയില്ല. ചിലപ്പോൾ സീരിയസ് ആയിരിക്കും, എനിക്കൊന്നും അറിയില്ല. ഒന്നും അറിയാതാണ് ഞാൻ പോകുന്നത്. സോ നിങ്ങളുടെ പ്രാർത്ഥന മാത്രം മതി. എന്നെ ഓർത്തിട്ടല്ല, എന്റെ കുഞ്ഞിനെ ഓർത്തിട്ട് എനിക്ക് സൗഖ്യമാക്കണം. ഞാൻ സത്യം പറഞ്ഞാൽ ഇന്നലെ കീമോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ്. പക്ഷെ ഇന്നലെ എനിക്ക് ക്ലിപ്പ് ഇടാനുണ്ടായിരുന്നു. റൈറ്റ് ബ്രസ്റ്റിൽ ക്ലിപ്പ് ഉള്ളിലോട്ട് ഇടണമെന്നായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ ഡോക്ടർ കീമോ സ്റ്റാർട്ട് ചെയ്തത്. അത് തന്നെയല്ല, പുറത്തുനിന്നൊരു മരുന്ന്, കോസ്റ്റ്ലി ആയിട്ടുള്ള മരുന്നും കൂടെ വേണമായിരുന്നു. ഇത് ആന്റിബോഡി മരുന്ന് വേണം. അപ്പൊ ഈ കീമോയുടെ കൂടെ അതും കൂടെ കൊടുക്കണമായിരുന്നു. അത് ഇച്ചിരി വലിയ കോസ്റ്റ്ലി മരുന്നാണ്. സോ അതുകൊണ്ടായിരുന്നു കീമോ ഇന്നലെ സ്റ്റാർട്ട് ചെയ്യാതിരുന്നത്. ഇന്നിപ്പോൾ സ്റ്റാർട്ട് ചെയ്യും. ചുറ്റുമുള്ള എല്ലാവരുടെയും പ്രാർത്ഥന ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോഴും നിലനിൽക്കുന്നത്. പിന്നെ കുറച്ച് കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചേച്ചിയോടും ചേട്ടനോടും ഒക്കെ പറഞ്ഞു. അത് പുറത്തു വിടാൻ പറ്റത്തില്ല. രോഗിയുടെ കുറച്ച് കോൺഫിഡൻഷ്യൽ കാര്യങ്ങളാണ്. അത് എന്നോട് പോലും പറഞ്ഞില്ല. സോ അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കണം. എന്റെ കണ്ടീഷൻ കുറച്ച് ഇതാണ്. സോ ഇങ്ങനെ ഇരിക്കുന്നതേ ഉള്ളൂ. കാരണം എവിടെന്നോ കിട്ടിയ ഒരു ധൈര്യം, പണ്ടേ ഉള്ള ഒരു ധൈര്യത്തോടു കൂടിയാണ് ഞാൻ നിൽക്കുന്നത്. അപ്പം എന്നെ പോലെ എന്തെങ്കിലും രോഗികളായിട്ടുള്ളവർ മനപ്രയാസപ്പെടേണ്ട. നിങ്ങൾ ഹോസ്പിറ്റലിൽ കാണിക്കുക, ചികിത്സയുണ്ട്. എന്തിനും ഒരു ചികിത്സ ഇപ്പോഴത്തെ കാലത്ത് ഉള്ളതാണ്. ഞങ്ങളുടെ വീട്ടിൽ വേറെ ആർക്ക് കാർ ഓടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് സച്ചു അറിയത്തില്ല. കാരണം സച്ചുവാണ് ഇതിന്റെ സാരഥി. എന്റെ അവൻ ഷൂട്ടിനും എന്നെ ഹാപ്പി ആയിട്ട് കൊണ്ടുപോയി. ഇപ്പൊ അവൻ ഇച്ചിരി വരുന്ന സങ്കടത്തോട് കൂടെയാണ്, അസുഖമായതുകൊണ്ട്. പിന്നെ പിന്നെ എന്നെ നിയന്ത്രിക്കുന്നത് അറിയാലോ, കരീഷ്മ എപ്പോഴും വിളിക്കും, എന്നും വിളിക്കും. എന്നെ മാത്രമല്ല വിളിക്കുന്നത്, എന്നെ നോക്കണമെന്ന് പറഞ്ഞ എന്റെ വീട്ടുകാരെ എല്ലാ ചേച്ചിനെ വിളിക്കും, ചേട്ടാപ്പിനെ വിളിക്കും, വിളിച്ചെല്ലാത്തിനെയും ഓടിക്കും. ആരെങ്കിലും വിസിറ്റേഴ്സ് ഉണ്ടെങ്കിൽ ഓടിക്കുള്ളൂ. അതുപോലെ എന്നെ കെയർ ചെയ്ത് നോക്കുവാണ്. ഇത് മെഡിക്കൽ കോളേജ് എത്തി, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോട്ടയം. അപ്പൊ ഇവിടെയാണ് എന്റെ ചികിത്സ. ഇവിടെയാണ് ഞാൻ ഇനി എന്റെ തറവാടായിട്ട് കാണുന്നത്. സോ എത്ര വർഷം ഞാൻ പോകുമെന്നറിയില്ല. എത്ര വർഷം പോയാലും എന്റെ ഋതപ്പന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. അതായത് അവന്റെ അമ്മ തിരിച്ചു വരാൻ പ്രാർത്ഥിക്കുക. എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചില്ലെങ്കിലും അവന്റെ ഋതപ്പന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. എന്നോട് ശത്രുത ഉള്ളവരുണ്ടാകും. ഞാനൊരു തെറ്റിനും ആരുടെ അടുത്തും വന്നിട്ടുമില്ല, വരത്തുമില്ല. സോ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. കൂടുതലൊന്നും പറയുന്നില്ല, ചികിത്സയ്ക്ക് പോകാനും ഹാപ്പി. എന്നാൽ പറ്റുന്ന രീതിയിൽ ഞാൻ എന്റെ അപ്ഡേഷൻസ് തരാം. എങ്ങനെ തീരെ കീമോ എടുത്ത് കഴിയുമ്പോഴത്തേന് അയ്യോ ഒരു 2 ഓലക്കീറങ്ങ് എടുക്കുമെന്ന് പറഞ്ഞു കിടക്കുമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും എന്റെ മനക്കരുത്ത് ഉണ്ട്. പക്ഷെ ബാക്കിയുള്ളതൊക്കെ ദൈവത്തിന്റെ കയ്യിലാണ്. സോ പ്രാർത്ഥിക്കുക. ഇന്നലെ ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ ചെന്നപ്പോൾ ഡോക്ടേഴ്സ് ഞങ്ങളോട് സംസാരിച്ചായിരുന്നു. അവർ ആ ട്രീറ്റ്മെന്റ് കാര്യങ്ങളും പിന്നെ ബാക്കി പറഞ്ഞതെല്ലാം കുറച്ച് കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഇന്നാണ് അവർക്ക് ഫസ്റ്റ് കീമോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആഴ്ചയിൽ 3 ആഴ്ച കൂടുമ്പം ഒരു കീമോ വെച്ച് അങ്ങനെ 6 എണ്ണമാണ് മൊത്തം. ഫസ്റ്റ് കീമോ, ഈ 6 കീമോ കഴിഞ്ഞിട്ട് പിന്നെ സർജറിയാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം. നിങ്ങളുടെ ഓരോരുത്തരെയും പ്രാർത്ഥനയാണ് അവർക്ക് ഇതുവരെ പോകാനുള്ള ധൈര്യം കൊടുത്തത്. മുന്നോട്ടും എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇവിടെ പലരും ചോദിച്ച ഒരു സംശയമുണ്ട് കേട്ടോ, എന്താണ് ഈ ഒരു പീക്ക് ലൈൻ എന്നുള്ളത്. രേണുവിന്റെ കയ്യിലും ഇത് ഇട്ടിട്ടുണ്ട്. ഈ കീമോതെറാപ്പി മരുന്നുകൾ അത് നൽകുമ്പോൾ ഓരോ തവണയും കയ്യിലെ ചെറിയ ഞരമ്പുകളിൽ സൂചി കുത്തുന്നത് ഒഴിവാക്കാൻ വലിയ രക്തക്കുഴലിലൂടെ ഹൃദയത്തിന് സമീപം വരെ എത്തിക്കുന്ന ഒരു പ്രത്യേക ട്യൂബാണിത്. വേദന കുറയ്ക്കാനും അതുപോലെ കൃത്യമായിട്ട് മരുന്ന് നൽകാനും ഇത് സഹായിക്കും. അപ്പോ രേണുവിന്റെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു. രേണു പറഞ്ഞ കാര്യങ്ങൾ, കഴിഞ്ഞ ദിവസം രേണുവിനെ പറ്റി ആദരാഞ്ജലികൾ പോസ്റ്റ് ഇട്ടതും എല്ലാരും കുടഞ്ഞിട്ട കാര്യം അറിയില്ല, അവനെ ഇട്ട് കുടഞ്ഞിട്ട കാര്യം ആവശ്യമില്ലാത്ത എന്താ പറയണ ഒരു ചെറ്റ പരിപാടിയാണ് ഇവിടെ കാണിച്ചത്. എന്നിരുന്നാലും രേണു അതെല്ലാം താണ്ടിയിട്ട് മുന്നോട്ട് തന്റെ ഋതപ്പന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് രേണു തന്റെ വ്ളോഗിലൂടെ എല്ലാ കാര്യങ്ങളും അറിയിക്കുന്നുണ്ട്. മെയിൻലി ഇപ്പൊ വ്ളോഗ് ചെയ്യുന്നതിന്റെ പർപ്പസ് നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു വരുമാനം തന്നെ. കാരണം ഈ ഒരു സമയത്ത് അവർക്ക് പൈസ ആവശ്യമാണ്, അവരുടെ ചികിത്സയുടെ ചെലവിനുള്ള പൈസ അവർക്ക് ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അവർ നിരന്തരം ഇപ്പൊ വീഡിയോ ചെയ്യുന്നത്. അത് നമ്മൾ കണ്ട് സപ്പോർട്ട് ചെയ്തിട്ട് അവർക്ക് അത്യാവശ്യം അവരെ നമ്മൾ സഹായിക്കണം, അവരെ പ്രാർത്ഥിക്കണം. അവർക്ക് നമുക്കറിയാലോ, ഇത്തരം ഒരു അസുഖം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് നല്ല വേദനയാണ്. നമ്മുടെ ശത്രുക്കൾക്ക് പോലും വരരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന അസുഖങ്ങളാണ്. അപ്പൊ ആ ഒരു കണ്ടീഷനിൽ രേണു മുൻപ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിനെതിരെ പലരും പ്രതികരിച്ചിട്ടുണ്ട്, ഞാൻ ഉൾപ്പെടെ പ്രതികരിച്ചിട്ടുണ്ട്. കാരണം അന്നത്തെ അവസ്ഥ രേണു കാണിച്ച അറിയാലോ, എല്ലാവർക്കും അറിയാം. ഇനി അത് വീണ്ടും പറഞ്ഞ് അതിന് വലിയൊരു എന്താ പറയുക ഇഷ്യൂ ആക്കേണ്ട ആവശ്യമില്ല. കാരണം അതൊക്കെ പോയി കഴിഞ്ഞ കാര്യങ്ങളാണ്. ഇനി ഇപ്പോൾ പ്രസന്റിൽ എന്താണ് നടക്കുന്നത്, രേണുവിന് ഇപ്പോൾ ചികിത്സയും അത് ആവശ്യമാണ്. അപ്പൊ നമ്മുടെ പ്രാർത്ഥനകൾ രേണുവിന് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുക.
ഇനി ഈ ഒരു കാര്യം കഴിയുമ്പോൾ നമ്മൾ ഡോക്ടർമാർ പറയുന്ന ഭാഗത്തേക്ക് നോക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അതായത് ക്യാൻസറിനെ കുറിച്ച് നമ്മുടെ ഇടയിൽ വലിയ ചില തെറ്റിദ്ധാരണകളുണ്ട്. അതിലൊന്നാമത്തേത് വേദനയില്ലെങ്കിൽ ക്യാൻസർ ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറയുന്നതിനേക്കാളും ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഡാഷ് ഡോക്ടർ പറയുന്നുണ്ട് കാര്യങ്ങളെല്ലാം. നമുക്ക് അദ്ദേഹത്തിന്റെ വീഡിയോ ഒന്ന് കേട്ടു നോക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വീഡിയോ ആണ്, ആരും സ്കിപ്പ് ചെയ്യരുത്. നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു ഇൻഫോർമേഷൻ തന്നെയാണ്. ബ്രസ്റ്റ് ക്യാൻസർ എന്താണ് എന്നുള്ളത് ആദ്യം പറയാം. നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾക്ക് നിയന്ത്രണമില്ലാതെ വളർച്ച വരികയും അങ്ങനെ വളരാൻ തുടങ്ങുമ്പോൾ അതിന് നമ്മൾ സാധാരണ ക്യാൻസർ എന്നാണ് വിളിക്കുന്നത്. സ്തനത്തിലെ കോശങ്ങൾ ഇങ്ങനെ നിയന്ത്രണം നഷ്ടപ്പെട്ട് വളരുന്ന സമയത്ത് ബ്രസ്റ്റ് ക്യാൻസർ എന്നുള്ളൊരു കാര്യം ഉണ്ടാവും. ആദ്യം അതൊരു ചെറിയ ഭാഗത്തായിരിക്കും ഉണ്ടാവുന്നത്, അതിനുശേഷം അത് സ്പ്രെഡ് ആവും. ലിംഫ് നോഡുകൾ, ഈ കടല പോലുള്ള സാധനങ്ങൾ, അതുപോലെ കയ്യിലെ കടലകളിലോട്ട്, എല്ലുകളിലോട്ട്, കരളിലോട്ട്, ശ്വാസകോശത്തിലോട്ട്, തലച്ചോറിലേക്ക് വരെ ഇത് വ്യാപിക്കാം. അത് ഡേഞ്ചറസ് ആണ്. അങ്ങനെയൊക്കെ എത്തിക്കഴിഞ്ഞാൽ വളരെ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് നേരത്തെ നമ്മൾ കണ്ടെത്തിയാൽ അത്രയും ഇമ്പോർട്ടന്റ് ആണ്. ഇത് നമുക്ക് എങ്ങനെ കണ്ടെത്താമെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ബ്രസ്റ്റ് ക്യാൻസർ എത്ര സാധാരണമാണെന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ലോകത്ത് സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ക്യാൻസറുകളിൽ ഒന്നാണ് ബ്രസ്റ്റ് ക്യാൻസർ. ഓരോ കുടുംബത്തിനും, ഓരോ നാട്ടിലും, ഓരോ ആശുപത്രിയിലും കേസുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അത്രമാത്രം കേസുകൾ ഇപ്പോഴത്തെ ഒരു ജീവിത ശൈലി കൊണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഒരു നല്ല വാർത്ത എന്ന് പറഞ്ഞാൽ സ്റ്റേജ് 1 കണ്ടെത്തിയാൽ 90% കൂടുതൽ ആളുകൾക്കും ഒരു കുഴപ്പവും ഇല്ലാതെ ജീവിക്കാനായിട്ട് കഴിയുമെന്നുള്ളതാണ് നേരത്തെ കണ്ടെത്തുക. അപ്പോൾ ആരൊക്കെയാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, പ്രായം കൂടുന്തോറും റിസ്ക് കൂടുതലാണ്. 40 വയസ്സിന് മുകളിലുള്ളവർക്കാണ് കൂടുതൽ റിസ്ക്. കുടുംബത്തിൽ ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടെങ്കിൽ കൂടുതൽ സാധ്യതയുണ്ട്. അമ്മയ്ക്കോ സഹോദരിക്കോ ഒക്കെ ഉണ്ടെങ്കിൽ വരാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ ആർക്കെങ്കിലും ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ കാര്യമായിട്ട് നമ്മൾ നോക്കണം. BRCA ജീൻ എന്നൊരു സാധനമുണ്ട്. ചില കുടുംബങ്ങളിൽ പാരമ്പര്യമായി കാണുന്ന ഒരു ജീനുകളാണ്. അമിതവണ്ണം ഉള്ളവർക്ക് വരാൻ സാധ്യത കൂടുതലാണ്. വ്യായാമ കുറവുള്ളവർക്ക് വരാൻ സാധ്യത കൂടുതലാണ്. പുകവലി, അതുപോലെ മദ്യപാനം ഉള്ളവർക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ ആദ്യത്തെ ഒരു പ്രഗ്നൻസി ഒത്തിരി ഡിലേ ആയിട്ടുണ്ട്, ഒത്തിരി വൈകുന്നവർക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. മുലയൂട്ടാത്ത അമ്മമാർക്ക് വരാൻ സാധ്യത കൂടുതലാണ്. ഹോർമോൺ മരുന്നുകൾ ദീർഘകാലം ഉപയോഗിക്കുന്നവർക്ക് വരാം. ഇപ്പം ഗർഭനിരോധന ഗുളികൾ ഒത്തിരി നാൾ കഴിച്ച് കഴിഞ്ഞാൽ അങ്ങനെ വരാം. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറഞ്ഞാൽ ബ്രസ്റ്റ് ക്യാൻസറിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഇതിന് വലിയ ലക്ഷണങ്ങളില്ല. സ്തനത്തിലുള്ള ഒരു പുതിയ മുഴയാണ് ലക്ഷണം. ഏറ്റവും സാധാരണമായിട്ടുള്ള ലക്ഷണമാണ്, അവഗണിക്കുന്ന ഒരു ലക്ഷണമാണ്. പ്രത്യേകിച്ചും കട്ടിയായിട്ട് തോന്നുന്ന, ഇളകാത്ത, വേദനയില്ലാത്ത മുഴയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. സ്തനത്തിന്റെ ആകൃതിയിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ നോക്കണം. ഒരു വശം മാത്രം മാറുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ തൊലിയിൽ ചുളിവുകൾ ഉണ്ടോ നോക്കുക. ഓറഞ്ച് പീൽ അപ്പിയറൻസ് എന്നാണ് പറയുന്നത്. തൊലി ഓറഞ്ചിന്റെ പുറം ഭാഗം പോലെ ഇങ്ങനെ കാണുന്നു. അങ്ങനെ ഉണ്ടെങ്കിലും അത് പ്രശ്നമാണ്. അതുപോലെ മുലക്കണ്ണ് അകത്തേക്ക് വലിഞ്ഞു പോകുന്നുണ്ടെങ്കിലും അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മുമ്പ് സാധാരണയായിട്ടിരുന്ന കാര്യം പെട്ടെന്ന് മാറുന്നുണ്ടെങ്കിൽ അത് പ്രശ്നക്കാരനാണ്. അതുപോലെ മുലക്കണ്ണിൽ നിന്ന് രക്തം വരിക, അതും പ്രശ്നമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു കാരണവശാലും അവഗണിക്കാനായിട്ട് പാടില്ലാത്തൊരു ലക്ഷണമാണ്. ഇങ്ങനെയുള്ള മുഴ അല്ലെങ്കിൽ കൈയുടെ ഇടയിൽ മുഴ ഉണ്ടാവുന്നു, ഇതെല്ലാം ബ്രസ്റ്റ് ക്യാൻസറിന്റെ ആദ്യത്തെ ലക്ഷണങ്ങൾ ഉണ്ടാവുന്നതാണ്. ഇങ്ങനെ ലിംഫ് നോഡിൽ ഉണ്ടായെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. ആ കടല ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്നുണ്ട്. മാറാത്ത മുറിവുകൾ പ്രത്യേകിച്ച് ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കണം. അതുപോലെ ചുവപ്പ് കളറിൽ ബ്രസ്റ്റ് മാറുന്നുണ്ട്, വീക്കം ഉണ്ടാവുന്നുണ്ട്, ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം. സ്തനത്തിന്റെ വലിപ്പം പെട്ടെന്ന് മാറ്റം ഉണ്ടാവുന്നുണ്ടെങ്കിലും ഉറപ്പായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇതാണ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്. അതായത് നമ്മൾ നേരത്തെ കണ്ടെത്തുക, ഏർലി ഡിറ്റക്ഷൻ എന്ന് പറയുന്നത്. അത് കണ്ടെത്തിയാൽ, ഒന്നാമത്തെ സ്റ്റേജിൽ തന്നെ നമുക്ക് കണ്ടെത്തിയാൽ 90% ആളുകൾക്ക് 100% ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് ഈ ഒരു ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയുന്നത്. ഇതിനു വേണ്ടിയിട്ട് ഓരോ സ്ത്രീകൾ മാസത്തിലൊരിക്കൽ സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ സ്വയം പരിശോധന ചെയ്യണം എന്നാണ് ഡോക്ടർ പറയുന്നത്. ഓരോ സ്ത്രീയും മാസത്തിൽ ഒരിക്കൽ നിർബന്ധമായിട്ടും ചെയ്തു നോക്കേണ്ടതാണ് സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ. കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുക, അതിനുശേഷം നോക്കുക ആകൃതിയിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ, ചുളിവുകളുണ്ടോ, നിറമാറ്റമുണ്ടോ, മുലക്കണ്ണിൽ മാറ്റമുണ്ടോ, കൈ ഉയർത്തുക, വീണ്ടും ഇതുപോലെ തന്നെ നോക്കുക. ഓക്കെ, എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ കാര്യമായിട്ട് എടുക്കാം. അതുപോലെ കിടന്നും പരിശോധിക്കുക. വിരലുകൾ മൃദുവായ ഭാഗം ഉപയോഗിച്ച് ഒരു ക്ലോക്ക് വൈസ് രീതിയിൽ മുഴുവൻ സ്ഥലവും പരിശോധിക്കുക, എന്തെങ്കിലും മുഴകൾ ഉണ്ടോ എന്നുള്ളത്. അതുപോലെ ഈ കൈയുടെ ഈ കുഴിയിലും പരിശോധിക്കുക, എന്തെങ്കിലും ലിംഫ് നോട്ട്സ് ഉണ്ടോ. എപ്പോഴാണ് പരിശോധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലത് ആർത്തവം കഴിഞ്ഞ് 5 മുതൽ 7 ദിവസത്തിനകത്ത് നോക്കുന്നതാണ്. മെനോപോസ് കഴിഞ്ഞവർ ഓരോ മാസവും ഒരു നിശ്ചിത ദിവസം തീരുമാനിച്ച് ആ ദിവസം നോക്കുക. എല്ലാ മാസവും അപ്പോൾ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ വളരെ ഗൗരവമായിട്ട് തന്നെ അത് എടുക്കണം. കാരണം വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഓരോ സ്ത്രീകളും അല്ലെങ്കിൽ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി നേരെ രേണുവിന്റെ കാര്യത്തിലേക്ക് വരികയാണ്. രേണുവിന്റെ ഈ ഒരു വിഷയമാണല്ലോ ഇപ്പോൾ ഈ ഒരു ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ച് കൂടുതൽ ചർച്ചയാവാനുള്ള കാരണം. അപ്പം രേണു ആശുപത്രി കിടക്കുമ്പോഴും പറയുന്നത് എന്താണ്? സ്ത്രീകളോട് പറയുന്നത് ഇതാണ്, പേടിച്ച് ഒളിച്ചു വെക്കരുത്, ധൈര്യമായിട്ട് മുന്നോട്ട് വന്ന് പരിശോധിക്കണം എന്നാണ്. ആ ഒരു മനക്കരത്തിന് മുന്നിൽ നമ്മൾ കൈയടിച്ച് തീരൂ അല്ലേ? പക്ഷെ സങ്കടം തോന്നുന്നുണ്ടല്ലേ? കാരണം ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ചിലരൊക്കെ രേണുവിനെതിരെ മോശമായിട്ടുള്ള കമന്റുകളാണ് പറയുന്നത്. അതായത് നീ ചത്തുപോകൂ എന്നൊക്കെ എഴുതാൻ എങ്ങനെയാണ് ഇത്തരം ആളുകൾക്ക് തോന്നുന്നതെന്ന് അറിയില്ല. എന്തായാലും അവരിപ്പോൾ ഒരിടത്തും പോയിട്ട് പിരിവൊന്നും ചോദിക്കുന്നില്ല. പകരം അവരുടെ ചാനലിൽ നമ്മൾ നൽകുന്ന സപ്പോർട്ടും നമ്മുടെ പ്രാർത്ഥനകളുമാണ് അവർ ആവശ്യപ്പെടുന്നത്. എന്തായാലും നമ്മൾ ഓരോരുത്തരും ഈ ഒരു കുടുംബത്തിന് വലിയൊരു സാമ്പത്തിക അല്ലെങ്കിൽ മാനസിക താങ്ങാവാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. നമ്മളെ കൊണ്ട് സാധിക്കും. ക്യാൻസർ എന്നത് ഒരു മരണശിക്ഷയല്ല, മറിച്ച് നേരത്തെ കണ്ടെത്തി കൃത്യമായിട്ട് ചികിത്സിച്ചാൽ നമുക്കത് പൂർണ്ണമായിട്ട് തോൽപ്പിക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ്. എന്തായാലും ഈ അറിവ് നിങ്ങളുടെ വീട്ടിലെ അമ്മമാർക്കും സഹോദരിമാർക്കും ഭാര്യമാർക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ഷെയർ ചെയ്ത് നൽകുക. അവരോട് ചോദിക്കുക അവസാനമായിട്ട് എപ്പോഴാണ് ഒരു പരിശോധന നടത്തിയത് എന്നുള്ളത്. നിങ്ങളുടെ ഈ ഒരു ചെറിയ ഓർമ്മപ്പെടുത്തൽ ഒരു പക്ഷേ ഒരു ജീവൻ രക്ഷിച്ചേക്കാം.
എന്തായാലും രേണുസുതി എത്രയും പെട്ടെന്ന് പൂർണ്ണ ആരോഗ്യവതിയായിട്ട് തന്റെ മക്കളുടെ അടുത്തേക്ക് തന്നെ തിരിച്ചെത്തട്ടെ എന്ന് നമുക്ക് ഒരൊറ്റ മനസ്സോടുകൂടി തന്നെ പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനകളും അഭിപ്രായങ്ങളും താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു പ്രധാന വിവരവുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ നന്ദി, നമസ്കാരം.